കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 10 ആണ്. സോ നാളെ കൊണ്ട് ഈ ഒരു സൈഡ് സ്റ്റോറീസ് നമ്മൾ കംപ്ലീറ്റ്ലി എൻഡ് ആകുന്നതായിരിക്കും. അതായത് സോളോ ലെവലിംഗ് കംപ്ലീറ്റ്ലി എൻഡ് ആകുന്നതായിരിക്കും. പിന്നെ സോളോ ലെവലിംഗ് റാങ്കിനുറക്കും നമ്മൾ ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് സൂഹോൻ്റെ കഥയാണ്, അതായത് ജിൻമുൻ്റെ മകൻ്റെ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും കുറേ ഡൗട്ട്സ് കാണുമായിരിക്കും. സുഹോയ്ക്ക് ഇവരെല്ലാം അറിയാമല്ലോ, സുഹോയ്ക്ക് ഇത് എന്ത് പറ്റി, എന്താണ് ഈ സംഭവിക്കുന്നത്? ഗൈസ്, ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സോളോ ലെവലിംഗ് കംപ്ലീറ്റ് ആകുക, അതായത് നാളത്തെ കൂടെ എപ്പിസോഡ് കാണുക. അത് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകത്തുള്ളൂ. സോ ഇപ്പോൾ തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പേജ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കുറേ കൂടുതൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഗൈസ്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതേപോലെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടേക്കുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടെ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് സൂഹുരാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ബെറിനോട്ട് ഒരു കിടിലം പഞ്ച് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ച് ചെയ്ത് കഴിയാൻ നേരത്ത് തന്നെ ബെറ് കിടന്ന് കരയുന്നുണ്ട്. ഇത് കാണുന്ന സൂഹു ആലോചിക്കുന്നുണ്ട്, അല്ലേ ഇവന് വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? പെട്ടെന്ന് ബെറ് കിടന്ന് ഉച്ചത്തിൽ കിടന്ന് കാറാൻ തുടങ്ങും. എന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ എൻ്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്തെന്ന് പറഞ്ഞു അവൻ നേരെ താഴത്തേക്ക് വീഴുവാണ്. സോ ബെറു താഴത്ത് വീണ കാണാൻ നേരത്ത് സൂഹിക്കും പകുതി ആശ്വാസമായി. അവൻ പറയുന്നുണ്ട്, ഭാഗ്യം, ജസ്റ്റ് മിസ്സിനാണ്. ഈ ഒരു സമയത്ത് അവൻ നന്നായിട്ട് തന്നെ ലെവലപ്പ് ആവുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയാമില്ല, ആ ഒരു ആൻറ്റി എന്തോ ഞാനോട്ടൊരു കണക്ഷൻ ഉള്ള പോലെ എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫീലിംഗ് ആണ് ആ ഒരു ആൻറ്റിനെ കാണുമ്പോൾ എനിക്ക് തോന്നിയത്. എന്താണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അവനെ അറ്റാക്ക് ചെയ്യാൻ പല ചാൻസസ് കിട്ടിയിട്ട് പോലും അവൻ എന്നെ ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അവനങ്ങനെ നിന്നുകൊണ്ട് മാത്രം എനിക്ക് ബേർലി ജസ്റ്റ് മിസ്സിനെ അവനൊന്ന് ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ബോഡി ആകെപ്പാട് നാശമായിട്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഗേറ്റ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, സോ അനദർ ഗേറ്റും കൂടെ വന്നു. ഇനി എന്തായാലും ഞാൻ ലെവലപ്പ് ആകുമെന്ന് തോന്നുന്നില്ല. കാര്യം സൂഹു ഇപ്പോൾ ലെവൽ 99 നിൽക്കുന്നത്. സോ ഈ ഗേറ്റ് ചിലപ്പോൾ എന്നെ വീട്ടിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ഗേറ്റിൻ്റെ അകത്തേക്ക് കയറാൻ നേരത്ത് വീണ്ടും കാണുന്നത് കുറച്ചധികം മോൺസ്റ്റേഴ്സിനാണ്. അത് ജയൻസും ഡ്രാഗൺസും കുറേ അധികം പേരുണ്ടായിരുന്നു. സുഹുയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഇന്നൊന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ചെയ്ത് അവരുടെ ഇടയിലേക്ക് അവനെടുത്ത് ചാടുവാണ്. എന്നിട്ട് കണ്ട എല്ലാ ഡീമൺസിനെയും അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് ഒരുത്തിന് അവനെ നേരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡോട്ട് ചെയ്ത് മാറി നേരെ വന്ന് അവൻ്റെ മുഖത്തോക്കി ഒരു കിക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്തായിരുന്നു ഒരു ജയൻറ്റ് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ അതും ബ്ലോക്ക് ചെയ്തിട്ട് ആ ജയൻറ്റിൻ്റെ കയ്യിൽ കൂടെ ഓടി വന്ന് ആ ജയൻറ്റിൻ്റെ മുഖത്തോക്കി ഒരു കിടിലൻ കിക്ക് കൊടുത്ത് അവനെ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യും. താഴത്തേക്ക് വന്ന ടൈമിൽ തന്നെ അവനെ തേടി കുറച്ചധികം മോൺസ്റ്റേഴ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന വെപ്പൺസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് അവരുടെ ഓരോരുത്തരെയും സുഹോ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യും. ഈ സമയത്ത് മുകളിൽ നിന്ന് കുറച്ചധികം ഓക്സ് വരും. അവരുടെ അറ്റാക്ക് ആ ഡോട്ട് ചെയ്ത് മാറാൻ നേരത്താണ് ശരിക്കും ഞെട്ടിയത്. അത് മുകളിൽ കൂടെ ഒരു ഡ്രാഗനും ഒരു ഓർക്കും കമ്പൈൻ ചെയ്താണ് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അവനൊരു കാര്യം മനസ്സിലായി, അവനിപ്പോൾ താഴ്ത്തുനിന്ന് മാത്രമല്ല ഏരിയൽ അറ്റാക്സും അവനെ തേടി വരുന്നുണ്ടെന്ന്. അവൻ്റെ നേരെ അപ്പോഴേക്കും ഒരു ഹൈ ലെവൽ ഓർക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഓർക്കിനെ മുഖത്ത് കയറി പിടിച്ചിട്ട് ദൂരത്തേക്ക് എടുത്ത് എറിയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു എയറിലുണ്ടായിരുന്ന മിക്ക ഓക്സിനെ അവൻ ഡിഫീറ്റ് ചെയ്ത് അവിടെയുള്ള ഡ്രാഗനെ അവൻ കീഴടക്കും. പക്ഷേ ആ സമയത്താണ് അവൻ ശരിക്കും ഞെട്ടുന്നത്. അവൻ്റെ റൈറ്റ് സൈഡിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അത് മറ്റാരുമില്ലായിരുന്നു, ടൈറ്റൻസ് ആയിരുന്നു. 30ഓളം വർഷമായി ഞാനൊരു യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്. ഇതൊരു ഗെയിമാണെങ്കിൽ കൂടിയും ഞാൻ ഇവിടേക്ക് വന്ന് എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലീഗിന് ഉറപ്പാണ് നീ ഒരു നല്ല വാരിയർ തന്നെയായിരിക്കണം. പക്ഷേ എനിക്ക് നിന്നോടൊന്ന് ചോദിക്കാനുണ്ട് വൈസ് ലോർഡ്, എൻ്റെ ഫുൾ പവർ നിനക്ക് താങ്ങാൻ സാധിക്കുമോ? ഈ സമയത്ത് തന്നെ സുഹ അവിടേക്ക് വന്നിട്ട് ഒരു കിടിലം പഞ്ച് വെച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, അല്ല നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ടൈറ്റൻസിനെയും സുഹോ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു സാധനം പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു നിമിഷം തന്നെ സുഹുക്ക് എന്തൊരു അപകടം മണക്കാൻ സാധിച്ചു. പെട്ടെന്ന് അവൻ്റെ മേൽ വളരെ വലിയ പ്രഷർ ഏർപ്പെടും. ഇതെന്താണ് ഈ പ്രഷർ? എന്താണ്? എന്നെ ആരും ഒരാൾ പിടിച്ച് വലിച്ച് താഴത്തേക്ക് ഇടുന്ന പോലെ ഉണ്ടല്ലോ. അത് അവൻ കാരണമാണോ? പറഞ്ഞതുപോലെ ഇവനും ആ ബ്ലാക്ക് ആൻഡും ആ ബ്ലാക്ക് നൈറ്റും എല്ലാം ഒരു ഷാഡോ പ്രസൻസ് ആണ് എനിക്ക് തരുന്നത്. അതിനർത്ഥം ഞാൻ ചെന്ന് കയറുന്ന ഒരു സ്റ്റേജിലെ ബോസ് ആയിരിക്കണം ഇവർ. ഈ ഒരു സമയത്ത് സുഹ താഴത്ത് മണ്ണിലിങ്ങനെ മുട്ടിക്കിടക്കുവാണ്, ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ. അവൻ പറയുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ പോയാലും അവനെ ഡിഫീറ്റ് ചെയ്തേ പറ്റൂ. ഈ ഒരു സമയത്ത് സുഹുവിൻ്റെ എതിരെ നമ്മുടെ ടസ്ക് മാത്രമല്ലായിരുന്നു, 3 ഡ്രാഗൺസും ഉണ്ടായിരുന്നു. 3 മാസീവായുള്ള ഡ്രാഗൺസ്. അടുത്ത സെക്കൻഡിൽ തന്നെ അവർ 3 പേരും കൂടെ ഒരു ഹ്യൂജ് ആളുടെ അറ്റാക്ക് സുഹോടെ നേരെ വിടുന്നുണ്ട്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ ഒട്ടും ചേർത്തല്ല, ഭയങ്കര പവർഫുൾ ആയ ഒരു അറ്റാക്ക്. എന്നാൽ ആ സമയത്തായിരുന്നു പെട്ടെന്ന് എന്തോന്നോന്ന് ഒരു ഡ്രാഗനെ അറ്റാക്ക് ചെയ്യുന്നത്.
അടുത്ത സെക്കൻഡിൽ തന്നെ മറ്റു ഡ്രാഗനെ, ആ 3 ഡ്രാഗനെ നമ്മുടെ സുഹോ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. അവനാട്ടെ നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. സുഹോന്റെ അറ്റാക്സ് ഒന്നും ആ ഡ്രാഗൻസിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാര്യം അത്രത്തോളം പവർ സുഹോയുടെ ഓരോ പഞ്ചിന്റെയും പുറയിലുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓർക്കിനെ ഡിഫീറ്റ് ചെയ്ത് ആ ഓർക്ക് നിന്ന് ആ ഡ്രാഗനെ എടുത്തുകൊണ്ട് നമ്മുടെ ടസ്കിന്റെ നേരെ വരുവാണ്. ടസ്കിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എത്ര പെട്ടെന്ന് ബാക്കിയുള്ളവരെ ഡിഫീറ്റ് ചെയ്യാമെന്ന് സുഹോയ്ക്ക് മനസ്സിലായി. പക്ഷേ സുഹോ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ടസ്ക് ആ സമയത്ത് ഒരു കിഡിലൻ അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡിലൻ എന്ന് പറഞ്ഞാൽ ഒരു മാസീവ് ഉള്ള ഒരു ഫയർ അറ്റാക്ക്. ആ ഒരു അറ്റാക്ക് സുഹോൻ്റെ നേരെ വിടുന്നുണ്ട്. സുഹോ അത് ജസ്റ്റിന് ഡോഡ്ജ് ചെയ്ത് മാറിയ പുറകിലുണ്ടായിരുന്ന ഒരു മലയിൽ വന്ന് ആ ഒരു അറ്റാക്ക് നീഴുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ ആ മലയും ആ പ്രദേശവും പൂർണ്ണമായിട്ടും ചാമ്പലായിപ്പോയി, കത്തി ചാമ്പലായിപ്പോയി. അവൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പ്രൈസ്ലെസ് ആയിരുന്നു. കാര്യം അത്രത്തോളം പവർ ആയിരുന്നു ആ ടസ്കിൻ്റെ ആ ഒരു അറ്റാക്കിൻ്റെ പുറകിലുണ്ടായിരുന്നത്. സോ എനിക്ക് സ്റ്റാഫ് കിട്ടിയുകൊണ്ട് എൻ്റെ എക്സ്പ്ലോസീവ് പവേഴ്സും കൂടിയിട്ടുണ്ടല്ലേ. അങ്ങനെ സുഹോ വീണ്ടും ബാറ്റിലേക്ക് കടക്കുവാണ്. കണ്ണി കണ്ട എല്ലാവരും അവൻ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെ ഡിഫീറ്റ് ചെയ്ത് അവൻ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവൻ്റെ എതിരെ ഇതേപോലെ മോൺസ്റ്റേഴ്സ്, അതായത് ഷാഡോ മോൺസ്റ്റേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചധികം എനിമീസ് അവൻ്റെ വട്ടം വന്നിപ്പോൾ ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആ ഒരു ടൈറ്റൻ്റെ ലീഡർ അവിടേക്ക് വന്നിട്ട് പറയുന്നത്, വൈസ്ലോഡ്, താങ്കൾ എന്താണ് വിചാരിച്ചത്? ആ ഇച്ചിരില്ലാത്ത അറ്റാക്ക് കൊണ്ട് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നോ? പക്ഷേ അത് പറഞ്ഞു തീരുന്നപ്പോഴും സുഹോ നേരെ ഒന്ന് ഒരു കിടിലൻ കിക്ക് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു ഷാഡോ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ലീഗിൻ്റെ ആർമിയിൽ ചേർന്ന് കഴിഞ്ഞ് ആരോടും പറയാതെ സീക്രട്ടായിട്ട് ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്കൾക്കിപ്പോൾ ചിലപ്പോൾ ഒന്നും തന്നെ ഓർമ്മയുണ്ടാകത്തില്ല, പക്ഷേ എൻ്റെ ലോയൽറ്റി അത് എന്നും ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഫുൾ പവറായിരിക്കും ഞാനിവിടെ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും സുഹോ നേരെ അവിടേക്ക് ചെന്ന് അവനെ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇവന്മാരിങ്ങനെ നിർത്താതെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. എനിക്ക് എല്ലാവരെയും ഒറ്റയടിക്ക് ചിലപ്പോൾ എൻ്റെ ഈ സ്റ്റാമിന കൊണ്ട് എനിക്കത് നേടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റും. എൻ്റെ പവേഴ്സൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് പറഞ്ഞിട്ട് സുഹോ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പവർ അങ്ങനെ അവേക്കൻ ചെയ്തുകൊണ്ട് അടുത്ത സെക്കൻഡ് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്ക് കൊണ്ട് സുഹോൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഷാഡോസും മരിച്ചു പോകുന്നുണ്ട്. ഈവൻ നമ്മുടെ ടാസ്കും പുള്ളിക്കാരൻ്റെ ഒരു ഷീൽഡ് കൊണ്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സമയം തന്നെ സുഹോ അവൻ്റെ പുറകിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് നിൻ്റെ അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിടിലം പഞ്ച് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും. അങ്ങനെ ആ ഒരു പഞ്ച് സക്സസ്ഫുള്ളി തന്നെ ടസ്കിൻ്റെ മേത്ത് വന്ന് ഏൽക്കുന്നുണ്ട്. ടസ്കും അങ്ങനെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് വലിയൊരു ഓർ തന്നെ നമ്മുടെ സുഹോയുടെ ചുറ്റിനും കാണാൻ സാധിക്കും. അവൻ പറയുന്നുണ്ട്, എൻ്റെ സ്റ്റാറ്റ് ഇൻക്രീസ് ആയില്ല, പക്ഷേ എൻ്റെ പവേഴ്സിൻ്റെ കൺട്രോൾ എനിക്ക് കുറച്ചുകൂടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവേഴ്സ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുഹോ ആ ഒരു സൗണ്ട് കേൾക്കുന്നത്. ആരോ ഒരാൾ അവൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, ബെലിയൻ ആയിരുന്നു. നമ്മുടെ സുഹോയ്ക്ക് അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൻ സ്ട്രോങ്ങറാണ്. ഈവൻ ആ ഒരു ആൻറ്റിനെക്കാട്ടും സ്ട്രോങ്ങറാണ്. നിനക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. സോ ഈ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിച്ചു കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറേ പേരെ ഡിഫീറ്റ് ചെയ്തു. സോ നിങ്ങളുടെ ആർമിയിൽ അവന്മാർ എത്ര എണ്ണമായിരിക്കും? ഞാൻ നിങ്ങളുടെ ആർമിയുടെ എത്ര ശതമാനം ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു? ഡീമൻ കാസ്റ്റിലുള്ളവരെ കൂട്ടിയില്ലെങ്കിൽ താങ്കൾ ഇപ്പോഴും 3000-ൽ ഒരാളെ മാത്രമേ ഡിഫീറ്റ് ചെയ്തിട്ടുള്ളൂ വൈസ്ലോഡ്. സോ 3000-ൽ ഒരാൾ ഇത്രയും പേരെ ഡിഫീറ്റ് ചെയ്തിട്ടും സോ ഇവരുടെ ആർമി എന്തുമാത്രമാണ്? അങ്ങനെ സുഹോ പറയുന്നുണ്ട്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, ബാ ഫൈറ്റ് ചെയ്യാം. സോ നമ്മുടെ ബെല്ലിയനും പറയുന്നുണ്ട്, വൈസ്ലോഡ്, താങ്കൾ ശരിക്കും വലുതായല്ലേ. അടുത്ത സെക്കൻഡിൽ തന്നെ ബെല്ലിയനെ കാണാതാകുവാണ്. ആ ഒരു ബെല്ലിയൻ നമ്മുടെ സുഹോയുടെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവനാട്ടെ അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. സുഹോയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നുണ്ട്, നീയൊക്കെ എന്തിനാണ് എന്നെ വൈസ്ലോഡ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ആ ഒരു അറ്റാക്ക് ബെലിയൻ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സുഹോ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടുത്തെ ലോഡ് ആണെങ്കിൽ നിനക്കൊക്കെ എന്നെ ലോഡ് എന്ന് വിളിച്ചാൽ പോരെ, എന്തുകൊണ്ടാണ് വൈസ്ലോഡ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു പഞ്ച് ചെയ്യാൻ അങ്ങോട്ട് വന്നപ്പോഴാണ് ബെലിയൻ അവൻ്റെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായിട്ട് സുഹോയുടെ പുറകിൽ വരുന്നത്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിന് ചെറിയൊരു ഡാമേജ് സുഹോയുടെ മേത് ഏൽപ്പിക്കുകയും ചെയ്തു. സുഹോ തെറിച്ച് പോകുന്നുണ്ട്. ഈ സമയത്ത് ബെലിയൻ പുള്ളിക്കാരൻ്റെ സോഡ് അങ്ങോട്ട് അൺലീഷ് ചെയ്യും. പുള്ളിക്കാരൻ്റെ നോർമൽ സോഡല്ല, ആ ഉറുമി പോലത്തുള്ള സോഡില്ലേ, അത് ഒരു വിപ്പ് പോലെയാണ് ഇപ്പോൾ ഈ സോഡ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പവറും വളരെയധികം കൂടുതൽ തന്നെയാണ്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ സുഹോ ആ ഒരു സോഡ് കൈകൊണ്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും വെർസറ്റൈൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏതാണ്ട് ഗ്രാബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അതേ പിടിച്ച് വലിച്ച് നമ്മുടെ ബെല്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ബെല്ലിനാട്ടെ അത് രണ്ട് കൈകൾ കൊണ്ട് ബ്ലോക്കും ചെയ്യുകയും ചെയ്യും. അപ്പോൾ പറയുന്നുണ്ട്, നീ നിൻ്റെ ഫേസ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ വയറ് ഫുള്ളായിട്ട് തുറന്നു കിടക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു കിടിലം പഞ്ച് അങ്ങോട്ട് ചെയ്യാൻ ബെല്ലിയൻ
തെറിച്ച് ദൂരത്തേക്ക് പോവുകയും ചെയ്യും. ആ ഒരു അറ്റാക്ക് ഒട്ടും തന്നെ നിസ്സാരമല്ലായിരുന്നു. അവിടെ നടന്ന പല സാധനങ്ങളും ആ ഒരു അറ്റാക്കിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ കാരണം നശിച്ചു പോയി. എനിക്ക് ഉറപ്പായിരുന്നു നീ ഇവിടെ ഡിഫീറ്റ് ആകത്തില്ലെന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിലും വേണ്ടി വരും എനിക്ക് നിന്നെ ഒന്ന് ഡിഫീറ്റ് ചെയ്യാൻ. പിന്നെ ഒരു കാര്യം, നീയല്ലല്ലോ ഇവിടുത്തെ മാസ്റ്റർ അല്ലേ? നീയും ഒരു ഫേക്ക് തന്നെയാണ്. ശരിയാണ്, എനിക്ക് തോന്നുന്നു റിയൽ മാസ്റ്റർ അവനാണ്, ആ മുകളിലുള്ളവൻ. ഈ സമയത്ത് മുകളിലൂടെ ഒരു ഡ്രാഗൺ പോകുന്നുണ്ടെന്ന്. ആ ഡ്രാഗൻ്റെ മേത്ത് ചെറിയൊരു ഷാഡോനെ കാണാൻ സാധിക്കും. അടുത്ത സെക്കൻഡ് തന്നെ അത് അപ്രത്യക്ഷനായി. എന്നിട്ട് നേരെ താഴത്തേക്ക് വന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, നാളെയാണ് നമ്മുടെ ഫൈനൽ എപ്പിസോഡ്. അതായത് സോളോ ലെവലിങ്ങിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം 199ഉം 200 നാളെ ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാലുള്ളത് സോളോ ലെവലിംഗ് റാഗ്നറോക്ക് ആണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ അതൊന്ന് മിസ്സാക്കിയിരിക്കാൻ വേണ്ടി പേജ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.